തിരുവനന്തപുരത്ത് യുവ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച ശേഷം ഒളിവിൽ പോയ പ്രതി അഡ്വക്കേറ്റ് ബെയിലിൻ ദാസിനെ കണ്ടെത്താനാവാതെ പോലീസ്. സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താനായിട്ടില്ല. ബെയിലിൻ ദാസ് സംസ്ഥാനം വിട്ടതായും സൂചനയുണ്ട്. അതേസമയം ബെയിലിൻ ദാസിന് സംസ്ഥാന ബാർ കൗൺസിൽ വിലക്കേർപ്പെടുത്തി. രണ്ടാം ദിനത്തിലും പ്രതി ബെയിലിൻ ദാസിനായി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. പ്രതി ഒളിവിൽ പോകാൻ സാധ്യതയുള്ള കേന്ദ്രങ്ങളിലെല്ലാം അന്വേഷണം നടത്തിയെങ്കിലും ബെയിലിൻ ദാസ് ഒളിവിൽ തന്നെ തുടരുകയാണ്. അതിനിടയിൽ പ്രതി സംസ്ഥാനം വിട്ടതായും സൂചനയുണ്ട്. ബെയിലിൻ ദാസിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. മൊബൈൽ ഫോൺ സിഗ്നലുകൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തും. കഴിഞ്ഞ ദിവസം യുവതിയെ മർദ്ദിച്ച ശേഷം കടന്നു കളഞ്ഞതാണ് അഡ്വക്കേറ്റ് ബെയിലിൻ ദാസ്. അതേസമയം അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ അഡ്വക്കേറ്റ് ബെയിലിൻ ദാസിനെതിരെ സംസ്ഥാന ബാർ കൗൺസിൽ വിലക്കേർപ്പെടുത്തി. ഇയാൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുമെന്നും ബാർ കൗൺസിൽ അറിയിച്ചു. കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നതിനാണ് വിലക്ക്. വഞ്ചിയൂർ കോടതിയിലെ ജൂനിയർ അഭിഭാഷകയായ പാറശാല കോട്ടുവിള സ്വദേശി ഷാമിലിയെയാണ് സീനിയർ അഭിഭാഷകനായ ബെയിലിൻ ദാസ് ക്രൂരമായി മർദ്ദിച്ചത്. അടിയേറ്റ് കണ്ണിനും താടിയിലിനും പരിക്കേറ്റ ഷാമിലി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയിരുന്നു. കൈകൊണ്ട് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഷാമിലിക്ക് സീനിയർ അഭിഭാഷകനിൽ നിന്ന് മർദ്ദനമേറ്റത്. ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതിന്റെ കാരണം ചോദിച്ചതിന്റെ പേരിലാണ് മർദ്ദിച്ചത് എന്നാണ് പരാതി. ജനം, തിരുവനന്തപുരം.